അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾക്കിടെ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതയിൽ കടുത്ത അതൃപ്തിയുമായി CPM സംസ്ഥാന നേതൃത്വം. സമ്മേളന നടപടികൾ അലങ്കോലമാക്കും വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. കരുനാഗപ്പള്ളിയിലും തിരുവല്ലയിലും കൊഴിഞ്ഞാമ്പാറയിലും അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ അവഗണിക്കാൻ കഴിയുന്നതല്ലെന്നാണ് വിലയിരുത്തൽ. സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം വിളിയുമായി യുവമോർച്ച. കണ്ണൂർ അഴീക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് യുവമോർച്ച പ്രകടനം നടത്തിയത്. ഒറ്റുകാര സന്ദീപെ, പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പലതവണ ഭീഷണി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം. അതേസമയം BJPയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടം വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് വ്യക്തമായെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. G. സുധാകരനെ ആരോഗ്യപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വീട്ടിൽ പോയി കണ്ടതെന്ന് കരുതുന്നില്ലെന്ന് KV തോമസ്. താൻ അദ്ദേഹത്തെ 2 ദിവസം മുൻപ് വരെ കണ്ടിരുന്നുവെന്നും ഒരു കുഴപ്പവുമില്ലെന്നും KV തോമസ് പറഞ്ഞു. എന്നാൽ സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണെന്നും ആരെങ്കിലും വീട്ടിൽ ചെന്നതുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും KV തോമസ് പ്രതികരിച്ചു. CPM നേതാവ് G. സുധാകരനുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ച വ്യക്തിപരമായ സന്ദർശനമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വ്യക്തിപരമായ സന്ദർശനമാണെന്ന് രണ്ടുപേരും പറഞ്ഞു. KC വേണുഗോപാലിനും G. സുധാകരനും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നും അതിനപ്പുറത്തേക്കൊന്നും അതിൽ പോകേണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്ന് G. സുധാകരനെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നുവെന്ന് ആവർത്തിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ. G. സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണെന്നും വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ട് ആദരിക്കണം എന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് പോയതെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് G. സുധാകരനെന്നും BJPയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം G. സുധാകരനെ സമ്മാനിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇതിനായി ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കണ്ണുപരിശോധനാ സർട്ടിഫിക്കറ്റും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതിയാകും. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ 1 വർഷം മുൻപ് മുതൽ ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് 1 വർഷം വരെയും പിഴയില്ലാതെ ലൈസൻസ് പുതുക്കാം. CPMനൊപ്പം ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയ്. മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയ് വ്യക്തമാക്കി. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്ക്കെതിരെ വിമർശനം കടുപ്പിച്ചും നിലപാട് വ്യക്തമാക്കിയും മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി. അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന് പറയാൻ താനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്നും CPMന് പിന്നെങ്ങനെ തനിക്കെതിരെ നടപടിയെടുക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ വർധനവ് വരുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു.
ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണെന്നും ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. മോശം കാലാവസ്ഥയെ തുടർന്ന് ശബരിമല പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനം താൽക്കാലികമായി ഹൈക്കോടതി വിലക്കി. കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ തീർത്ഥാടനം പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കലക്ടർമാർ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. വണ്ടിപ്പെരിയാർ, സത്രം, പുൽമേട്, എരുമേലി വഴിയുള്ള തീർത്ഥാടനമാണ് നിർത്തിയത്. സത്രം, പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോകാൻ 500ഓളം ഭക്തർ ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്ന് വനംവകുപ്പ് രാത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കണ്ണൂർ വളപട്ടണത്തെ വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണവും 1 കോടിയോളം രൂപയും കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ ലിജീഷ് മുമ്പും മോഷണം നടത്തിയെന്ന് പോലീസ്. കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് പ്രതിയെ പോലീസിനെ പിടികൂടാനായില്ല. ഇതിനിടെ ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തിത്തുറന്ന് 300 പവനും 1 കോടിയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായത് CCTV ദൃശ്യങ്ങളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ഡമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തിയെന്നും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ, കണ്ണൂർ റൂറൽ SP എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മോഷണത്തിനെത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനായും ഒരു ക്യാമറ പ്രതി തിരിച്ചുവച്ചിരുന്നു. മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചുവെച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കൊടകര കുഴൽപ്പണക്കേസിൽ വീണ്ടും ആരോപണവുമായി തിരൂർ സതീഷ്. BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നും പിന്നീട് ഈ പണം എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്കറിയില്ലെന്നും BJP തൃശൂർ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി KR ഹരി, സുജേഷ് സേനൻ എന്നിവരാണ് എല്ലാ കള്ളപ്പണ ഇടപാടുകൾക്കും നേതൃത്വം കൊടുത്തതെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 1.5 കോടി രൂപ ഒരു ചാക്കിലും ബിഗ് ഷോപ്പറിലും ആയി ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ കാറിൽ കൊണ്ടുപോയി എന്നും ഹരിയും സുജേഷ് സേനയും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ജാമ്യം. കേസിലെ മറ്റൊരു പ്രതി PK ജിൽസിനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കള്ളപ്പണക്കേസിൽ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണത്തിൽ ശ്രീരാം വെങ്കിട്ടരാമൻ പ്രതിയായ കേസിന്റെ വിചാരണ നിർത്തിവച്ചു. ശ്രീരാമന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്നായിരുന്നു ആവശ്യം. 2ാം നിലയിലുള്ള കോടതിയിലേക്കുള്ള പടവുകൾ കയറാൻ സാധിക്കില്ലെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതോടെയാണ് വിചാരണ നിർത്തിവച്ചത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സംഭൽ, അദാനി വിഷയങ്ങളിലടക്കമുള്ള പ്രമേയങ്ങൾ തള്ളി രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ. വയനാട് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സഭ അനുവദിച്ചില്ല. തുടർന്നുണ്ടായ ബഹളത്തെ തുടർന്ന് സഭ 12 മണിവരെ നിർത്തിവച്ചു. സഹകരിക്കാൻ ലോക്സഭാ, രാജ്യസഭാ അധ്യക്ഷന്മാർ അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായില്ല. അതേസമയം കോൺഗ്രസ് നിരന്തരം അദാനി വിഷയം മാത്രം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം യോഗം ബഹിഷ്കരിച്ചുവെന്നും റിപ്പോർട്ടുകൾ. 2ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന നയം തെലങ്കാന റദ്ദാക്കും. നേരത്തെ ഈ നയം റദ്ദാക്കുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തെ ജനനനിരക്ക് കുറയുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നതിനാലാണ് ഈ നീക്കം. ഈ ജനനനിരക്ക് തുടർന്നാൽ തെലങ്കാന വൃദ്ധസംസ്ഥാനമായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് നയംമാറ്റം. കർണാടക BJPയിൽ കടുത്ത ഭിന്നത. ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നു. കോൺഗ്രസ് നേതാവ് DK ശിവകുമാറുമായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ് യെദിയൂരപ്പയും വിജയേന്ദ്രയുമെന്ന് തുറന്നടിച്ച് ബീജാപ്പൂർ MLA രംഗത്തെത്തി. ഇതിനുള്ള തെളിവുകളും രേഖകളും തന്റെ പക്കലുണ്ടെന്നും ബീജാപ്പൂർ MLA ബസനഗൌഡ പാട്ടീൽ യത്നാൽ പറഞ്ഞു.
ഫിൻജാൽ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം 13ആയി. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രാവിലെ NDRF സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങി. 9 ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകി. തമിഴ്നാട്ടിൽ ഇന്ന് റെഡ് ഓറഞ്ച് അലർട്ട് ഒരിടത്തുമില്ല. പാർലമെന്റ് സമ്മേളനം തെക്കേ ഇന്ത്യയിലും നടത്തണമെന്ന് തിരുപ്പതി MP മാഡില ഗുരുമൂർത്തി ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഐക്യത്തിനും അധികാര വികേന്ദ്രീകരണത്തിനും ഇത് സഹായിക്കും. ദില്ലിയിലെ കാലാവസ്ഥ കൂടി കണക്കിലെടുത്താണ് നിർദ്ദേശം. YSRCP MPയാണ് മാഡില ഗുരുമൂർത്തി. കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിക്കാണ് കത്ത് നൽകിയത്. DMK MP കനിമൊഴിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ BJP നേതാവ് H. രാജയ്ക്ക് 6 മാസം തടവ് ശിക്ഷ. മദ്രാസ് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ UK-യിലായിരുന്നപ്പോൾ തമിഴ്നാട് BJPയെ നയിച്ച നേതാവാണ് H. രാജ. കനിമൊഴി അവിഹിത സന്തതിയെന്ന H. രാജയുടെ പരാമർശമാണ് കേസിന് ആസ്പദമായത്. ലോക്സഭയിൽ കോൺഗ്രസിന് 4 മുൻനിര ഇരിപ്പിടങ്ങൾ നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ച് ലോക്സഭാ സ്പീക്കർ. കോൺഗ്രസിന്റെ അംഗസംഖ്യ 99ആയി ഉയർന്ന പശ്ചാത്തലത്തിലാണ് 4 ഇരിപ്പിടങ്ങൾ കിട്ടിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, ഗൌരവ് ഗൊഗോയ് എന്നിവർക്കും മുൻനിരയിൽ സീറ്റ് കിട്ടും. പ്രിയങ്ക ഗാന്ധി 4ാം നിരയിലെ സീറ്റാണ് തെരഞ്ഞെടുത്തത്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനോടനുബന്ധിച്ച് രൂക്ഷമായ ഗതാഗതക്കുരുക്കിലായി രാജ്യതലസ്ഥാനം. ഡൽഹിയിലെയും നോയിഡയിലെയും വിവിധയിടങ്ങളിൽ വലിയ വാഹനക്കുരുക്കാണ് രൂപപ്പെട്ടത്. ഇതിന്റെ വീഡിയോ വാർത്താ ഏജൻസിയായ ANI പുറത്തുവിട്ടു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ദയനീയ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നാഗ്പൂർ സെൻട്രലിൽ മത്സരിച്ച യുവനേതാവ് ബണ്ടി ഷെൽക്കെ രംഗത്തെത്തി. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ BJP ഏജന്റാണെന്നും തന്റെ പരാജയത്തിന് കാരണം നാനാ പട്ടോളെയാണെന്നും ഷെൽക്കെ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ബണ്ടി ഷെൽക്കെ. ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ 100-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പ്രസിഡന്റ് മാമാദി ദൌംബയ്യയെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മത്സരത്തിനിടെയായിരുന്നു അനിഷ്ട സംഭവങ്ങൾ. റഫറിയുടെ തീരുമാനമാണ് അക്രമസംഭവങ്ങൾക്ക് വഴിവെച്ചത്. ആരാധകർ ഗ്രൌണ്ട് കയ്യേറിയതോടെയാണ് അക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് അക്രമം തെരുവിലേക്കും വ്യാപിച്ചു. അക്രമികൾ പോലീസ് സ്റ്റേഷനും തീയിട്ടു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.